നമ്മുടെ കയ്യിൽ 2 കോക്കറ്റെയിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കൂട്ടിലാണ് അത് കിടന്ന് വെച്ചത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ വലിയൊരു കൂട് പണിത് അങ്ങോട്ട് മാറ്റി. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എണ്ണം ചത്തുപോയി. ഫീമെയിലാണ് ചത്തുപോയത്. അപ്പോൾ നമ്മുടെ ചെക്കൻ ഒറ്റക്കായി. അപ്പോൾ ചെക്കനൊരു പെണ്ണിനെ തപ്പി ഇറങ്ങിയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ വന്നത് എറണാകുളം ഇളമക്കരയിലുള്ള നമ്മുടെ ശരത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കോക്കറ്റെയിൽസ് ഉണ്ടായിരുന്നു. പേര് തിരിഞ്ഞ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഏതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു പെണ്ണിനെ തപ്പി വന്നതാണ്. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ശരത്തിൻ്റെ നമ്പർ ഞാനിവിടെ വെക്കുന്നില്ല. കാരണം ഒരു 2 മാസത്തിനുള്ളിൽ ഈ ബ്രീഡിങ്ങും സെയിൽസൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി സെറ്റപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട്. അതിന് ശേഷം എല്ലാ സെറ്റപ്പ് റെഡിയായതിനു ശേഷം നമ്മൾ അവിടെ പോയിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ശരത്തിൻ്റെ നമ്പർ ഞാൻ വെച്ചേക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം വെക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളുണ്ടോ ലുട്ടിനൊക്കെ ഉണ്ടായിരുന്നു. ലുട്ടിനൊക്കെ കോമൺ ബ്രീഡാണെങ്കിലും അത്രയും സൗന്ദര്യമുള്ള നല്ല തൂവലൊക്കെ വിരിഞ്ഞ് തൊപ്പിയൊക്കെ കയറി ഇങ്ങനെ നിൽക്കുന്ന സാധനത്തിനൊക്കെ കാണൽ റെയറാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കൊക്കട്ടയിൽ പേളാണ്. അപ്പോൾ അതിന് വേണ്ടി മാച്ചായിട്ടുള്ള കറക്റ്റ് ഒരു സാധനത്തിന് നമ്മളിവിടെ തപ്പി കിട്ടി അത് വീട്ടിൽ കൊണ്ടുപോയി റിലീസ് ചെയ്തതായി കാണുന്നത് കേട്ടോ. അപ്പോൾ ആ മെഷീന്മേലിരിക്കുകയാണ് നമ്മൾ മേടിച്ച സാധനം. ആ ബോക്സിൻ്റെ മുകളിൽ ഇരിക്കുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായ നമ്മുടെ ചെക്കനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മേടിച്ചത് വൈറ്റ് ഫേസ് ആണ്. വൈറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ വൈറ്റ് പേളിൻ്റെയും വൈറ്റ് പൈഡിൻ്റെയും ഒക്കെ ഒരു സ്പ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആൽബിനോയോ അല്ലെങ്കിൽ ഫുൾ വൈറ്റോ വൈറ്റ് ഫേസോ വൈറ്റ് പേളോ വൈറ്റ് പൈഡൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ഏതായാലും കളർ രണ്ടിൻ്റെയും സെയിം മാച്ചാണ്. സെയിം സെറ്റായി രണ്ടും കൂടി കുറച്ച് ദിവസം ഇട്ടപ്പോഴേക്കും സംഭവം കമ്പനി ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ തീറ്റ തിന്നു കണ്ടോ നിങ്ങൾ? അത് എന്തിൻ്റെ ഇലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സാധാരണ നമ്മൾ ഇലകൾ കൊടുക്കുന്നത് പനിക്കൂർക്ക, തുളസി ഇല അല്ലെങ്കിൽ മുരിങ്ങ ഇല കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. മുരിങ്ങയിലയുടെ കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഈ സാധനം നമ്മൾ ചെറുപയർ മുളപ്പിച്ച് കൊടുത്തപ്പോൾ ചെറുപയർ മുളപ്പിച്ച് ഈ കൊക്കട്ടയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ചെറുപയർ എടുത്ത് പാകുകയും ചെയ്തു ഒരു ചട്ടിയിൽ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ മുളച്ച് പൊങ്ങി അത് അങ്ങോട്ട് വെച്ച് കൊടുത്താണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1-2 ദിവസം വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ഈ ചട്ടിയും നമുക്ക് അകത്തേക്ക് വെച്ച് കൊടുത്ത് കൂടിനകത്ത് വെച്ച് കൊടുത്ത് കുറച്ച് സീഡ് മിക്സും തേനയും സൺഫ്ലവർ സീഡും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം നമ്മൾ അവിടെ ഇല്ലെങ്കിലും അവർക്ക് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നടന്നോളും. ഈ ചെറുപയർ മുളപ്പിച്ചതിൻ്റെ ഈ ചെടി ഇങ്ങനെ കൊടുക്കാമോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം ചില ഇലകളൊക്കെ ഒരുപാട് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കൊക്കട്ടയിൽ വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയൊരു കേജ് എന്ന് പറയുമ്പോൾ അത്ര വലുതൊന്നും അല്ല, ഒരു 4 അടി 5 അടി സൈസ് വരുന്ന കേജാണ്. അപ്പോൾ അതിൽ ഇനിയൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനിയും കൊക്കട്ടെയിൽസിന് മേടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഈ കേജ് ഉണ്ടാക്കിയതിൻ്റെ ചിലവും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി കണ്ടേക്കാം കേട്ടോ. അതുപോലെ കൊക്കട്ടെയിൽസിനെയൊക്കെ വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ളവർ കൊക്കട്ടെയിൽസിൻ്റെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഒന്ന് ടിപ്സും കാര്യങ്ങളും വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമായിരിക്കും. അങ്ങനെ നമ്മൾ തീറ്റയൊക്കെ നിന്ന് വിഷമിച്ചിരിക്കുന്ന കിളിക്ക് കുളിക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സെറ്റായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നടന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തൊക്കെ അതുപോലെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കണം കേട്ടോ. കൊക്കട്ടെയിൽസിൻ്റെ ബാക്കി വീഡിയോ പുറകെ വരുന്നതായിരിക്കും.